ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5th ബേസിക് സയൻസ് ചാപ്റ്റർ 3 വാട്ടർ ആൻഡ് ലൈഫാണ്. വാട്ടർ എന്ന് വെച്ചാൽ വെള്ളം, ലൈഫ് എന്ന് വെച്ചാൽ ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെള്ളം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്രത്തോളം ആവശ്യമുള്ളൊരു കാര്യമാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ വെള്ളം എങ്ങനെയാണ്, വെള്ളത്തിനെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി എന്താ ചോദിക്കുന്നത്, ആരോടാ ചോദിക്കുന്നത്? വെള്ളത്തിനോടാണ് ചോദിക്കുന്നത് അല്ലേ. വേർ ആർ യു ഗോയിങ് സോ ഹറിഡ്ലി, നീ ഇത്ര വേഗത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ വെള്ളം എന്താ പറയുന്നത്? ഇഫ് ഐ ഡോണ്ട് ഫ്ലോ ആൻഡ് എൻറിച്ച് ദ ലാൻഡ് പീപ്പിൾ വിൽ സഫർ. ഞാൻ ഒഴുകി എത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. വാട്ട് മേക്സ് ദ റിവർ സേ ദിസ്, എന്തായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം? എന്താ ആൻസർ വരിക? The river says this because it plays a crucial role in enriching the land and supporting life by providing water for various purposes such as irrigation, drinking and domestic use. അല്ലേ, പുഴ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ? പുഴ ഒരു വലിയ പാർട്ടാണ് പ്ലേ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ അല്ലേ. ഇപ്പോൾ ഭൂമിയിലേക്ക് വെള്ളം എത്തിക്കാനും പിന്നെ വേറെ വേറെ കാര്യങ്ങൾക്ക്, അതായത് ഇറിഗേഷൻ, കൃഷി സ്ഥലത്ത് വെള്ളം എത്തിക്കാനും കുടിക്കാനും പിന്നെ കുളിക്കാനും ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും ആവശ്യമുള്ള വെള്ളം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പുഴയിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് അല്ലേ. വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? അപ്പം പുഴ വെള്ളം നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഡ്രിങ്കിങ്, കുക്കിംഗ്, ബാത്തിങ്, ക്ലീനിങ്, ഇറിഗേഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, അതായത് ഫാക്ടറീസിലൊക്കെ ഉപയോഗിക്കാൻ, പിന്നെ ജനറേറ്റിംഗ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇലക്ട്രിസിറ്റി വെള്ളത്തിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ആലോചിച്ച് വെക്കാം. ക്യാൻ റിവർ വാട്ടർ ബി യൂസ്ഡ് ഡയറക്ട്ലി ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്? കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കുമായിട്ട് പുഴവെള്ളം നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? നോ. River water cannot be used directly for drinking and other domestic purposes because it may contain impurities, bacteria and other harmful substances. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചതാണ് ബാക്ടീരിയ. ഇവരിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അസുഖം വരിക, വെള്ളത്തിൽ നിന്ന് അസുഖം വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പുഴയിലെ വെള്ളം നമ്മൾ ഡയറക്റ്റ് എടുത്ത് കുടിച്ചാൽ നമുക്ക് അസുഖം വരും അല്ലേ. നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ, അതായത് ക്ലീനിങ്, കുക്കിംഗ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുഴയിലെ വെള്ളം ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിനകത്ത് ഇംപ്യൂരിറ്റീസ്, മോശമായ കാര്യങ്ങൾ, അത് പ്യുവർ ആയിരിക്കില്ല. പിന്നെ ബാക്ടീരിയ ഉണ്ടാവാം, പിന്നെ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ഫാക്ടറീസ് നിന്നൊക്കെ ഒഴുക്കി വിടുന്ന കെമിക്കൽസും ഒക്കെ മിക്സ് ആയിട്ട് അത് അത്ര പ്യുവർ വാട്ടർ ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ വെള്ളത്തിനെ, പുഴ വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് ഇനി പ്യൂരിഫൈ ചെയ്യുക? ഈ പിക്ചർ നോക്കുക. ഒന്ന് നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഫിൽട്ടർ ഔട്ട് ലാർജ് ഡെബ്രീസ്. ഡെബ്രീസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് വലിയ വലിയ മാലിന്യങ്ങൾ ആദ്യം അരിച്ചു മാറ്റുകയാണ്. സെക്കൻഡ് എന്താ ചെയ്യുക? അലൗ വേസ്റ്റ് ടു സെറ്റിൽ. മാലിന്യങ്ങൾ ഇങ്ങനെ അടിയാൻ അനുവദിക്കും, നമ്മൾ താഴെ ഇങ്ങനെ അടിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്. തേർഡ് വൺ എന്താ? സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയേർഡ് സീവ്സ്. അപ്പം പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റും വെള്ളത്തിന്. പിന്നെ നാലാമത് എന്താ ചെയ്യുക? ഡിസിൻഫെക്റ്റ്. ഡിസിൻഫെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ വെള്ളത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കും. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജസ് ഓഫ് ഫ്രഷ് വാട്ടർ. ഇനി ഈ ശുദ്ധജലം നമ്മൾ എങ്ങനെയാ വിതരണം ചെയ്യുക? ഫസ്റ്റ് ഫിഫ്ത്ത് വൺ നോക്കുക, സ്റ്റോർ ഇൻ ടാങ്ക്. ടാങ്കിൽ സംഭരിച്ച് വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. സിക്സ്ത് വൺ എന്താ? ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്. ജലം വീടുകളിലേക്ക് എത്തിക്കും. ഓക്കെ, അടുത്ത എന്താണ്? The river water gets delivered to the house after it is being purified. Do you get the water regularly in the same way? പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ച ശേഷമാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും വെള്ളം എത്തുന്നത് ഇങ്ങനെയാണോ? അത് കിണറ്റിൽ നിന്നാണോ? അതോ വേറെ പബ്ലിക് വാട്ടർ സർവീസ് അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതാണോ? പബ്ലിക് സപ്ലൈയിൽ നിന്ന് എടുക്കുന്നതാണോ? വാട്ട് ആർ ദി അതർ സോഴ്സസ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? അപ്പം വീട്ടിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടി മറ്റെന്തെല്ലാം വഴികളാണുള്ളത്? ഒന്ന് വെൽ അല്ലേ, കിണർ. പിന്നെ ബോർവെൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഗ്രൗണ്ടിനോട് അടുപ്പിച്ചിട്ടുള്ള നീളമുള്ള കുഞ്ഞു വെല്ല്. റെയിൻ വാട്ടർ, മഴവെള്ളം, പോണ്ട്, ലേക്ക്, ഇതൊക്കെ വേറെ വാട്ടർ സോഴ്സസ് ആണല്ലേ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു നീഡ് ഇൻ എ ഡേ? അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളമാണ് വേണ്ടി വരുന്നത്? താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്രോക്സിമേറ്റ് ഡെയിലി യൂസ് ഓഫ് വാട്ടർ. അപ്പം നോക്കുക, ടു ഡ്രിങ്ക് 2.5 to 3.5. കുടിക്കാൻ വേണ്ടിയിട്ട് 2.5 തൊട്ട് 3.5 ലിറ്റർ വെള്ളമാണ് ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കുന്നത്. ടു കുക്ക് ഫുഡ്
ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് 3 തൊട്ട് 4 ലിറ്റർ വരെ. ടു വാഷ് വെസൽസ്, പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് 6 തൊട്ട് 8 ലിറ്റർ വരെ. ടു ബേത്ത് ആൻഡ് ടു വാഷ് ക്ലോത്ത്സ്, കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും വേണ്ടി 30 ലിറ്ററോളം വെള്ളം ആവശ്യം വരുന്നുണ്ട്, അല്ലെ കൂടുതൽ വെള്ളം വേണം. ഫോർ സാനിറ്റൈസേഷൻ, അതായത് ശുചീകരണത്തിന്, ക്ലീൻ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് 50 ലിറ്ററോളം വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ അതർ പർപ്പസസ്, മറ്റു ആവശ്യങ്ങൾക്കായിട്ട് 30 ലിറ്ററോളം വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഒരു 121.5 തൊട്ട് 125 ലിറ്റർ വെള്ളം വരെ ഒരു മനുഷ്യൻ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, we have seen the daily use of water, haven't we? അപ്പോൾ നമ്മൾ ഓരോ ദിവസവും എത്രമാത്രം വെള്ളം ആവശ്യമാണെന്ന് കണ്ടു അല്ലേ. വി ക്യാൻ കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ യൂസ് ഓഫ് സർട്ടൻ തിങ്സ് ബട്ട് നോട്ട് ദ ഡ്രിങ്കിങ് വാട്ടർ. ചില ഉപയോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാവും അല്ലേ. കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം 2-3 ബക്കറ്റൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്നവരാണെങ്കിൽ അത് ഒരു 1-1.5 ബക്കറ്റിൽ ഒതുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വേണ്ടാണ്ട് ഇങ്ങനെ പൈപ്പ് ഓൺ ചെയ്തിട്ടിട്ട് പാത്രം കഴുകുന്നവരാണെങ്കിൽ സോപ്പൊക്കെ ഇടുമ്പോൾ, അതായത് നമ്മൾ വിമ്മോ ഇതൊക്കെ ഇടുമ്പോൾ ടാപ്പ് പൂട്ടി വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ നമുക്ക് പല രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല. കുടിവെള്ളം നമുക്ക് ഒട്ടും നിയന്ത്രിക്കാനാവില്ല അല്ലെ. ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് അസുഖം വരും, നമുക്ക് പറ്റില്ല ജീവിക്കാൻ. പക്ഷേ ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി, അതായത് കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ലഭ്യത. Availability of fresh water is decreasing due to increase in population and increase in the level of water pollution. അപ്പോൾ ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതോടുകൂടെ പിന്നെ എന്താണ് ഈ മലിനീകരണത്തിന്റെ തോതിലുള്ള വർധനവും ഒക്കെ കൂടെ കാരണം എന്താണ്, ശുദ്ധജലത്തിന്റെ ലഭ്യത കുറഞ്ഞു വരികയാണ്. It is estimated that 200 crore people in the world do not have access to sufficient amount of fresh water. ലോകത്ത് 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. ഓക്കെ, if this situation continues, it is expected that the water shortage will become more severe in the coming years. അപ്പോൾ ഈ സ്ഥിതി തുടർന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് കരുതപ്പെടുന്നത്. Millions of people die all over the world every year due to the diseases caused by water pollution. അപ്പോൾ ജലമലിനീകരണം കാരണം, അതായത് വാട്ടർ പൊല്യൂഷൻ കാരണം കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ കാരണം, രോഗങ്ങൾ കാരണം ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന്, അതായത് എത്രയാണ്, മില്യൺസ് ഓഫ് പീപ്പിൾ ആണ് മരിച്ചു പോകുന്നത്. ഓക്കെ, For what purpose do you use the water most? How many liters of water? അപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന എന്ത് ആവശ്യത്തിനാണ്? കുളിക്കാനും ക്ലീൻ ചെയ്യാനും പിന്നെ തുണി കഴുകാനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ലിറ്റർ വെള്ളമാണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി? നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊന്ന് നോക്കാം. Water is essential for various bodily functions including digestion, absorption, circulation, temperature regulation. അപ്പോൾ ദഹനം, പിന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഒന്ന് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് റെഗുലേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം വളരെ അത്യാവശ്യമാണ്. പിന്നെ വെള്ളം എന്താണ്, ബ്ലഡിലും മസിൽസിലും നമ്മുടെ ബോഡി ഓർഗൻസിലും എല്ലുകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു സാധനമാണ്. നമുക്ക് നോക്കാം താഴെയുള്ള പിക്ചറിൽ. ബ്രെയിനിൽ 73% വെള്ളമാണുള്ളത്, അതായത് തലച്ചോറിൽ 73% വെള്ളമാണുള്ളത്. ബ്ലഡ് അഥവാ രക്തത്തിൽ 94%, കിഡ്നിയിൽ അഥവാ വൃക്കകളിൽ 79% വെള്ളമാണ്. മസിൽസ് അതായത് പേശികളിൽ 75%, ഹാർട്ട് ഹൃദയത്തിൽ 75%, ലങ്സ് ശ്വാസകോശങ്ങളിൽ 83%, ബോൺസ് അസ്ഥികളിൽ 31% ആണ് വെള്ളം കാണപ്പെടുന്നത്. Water is an important component of the human body. Water is essential for all life functions. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം അഥവാ വെള്ളം അത്യാവശ്യമാണ്. വാട്ടർ ഇൻ പ്ലാന്റ്സ്, അപ്പം വെള്ളം സസ്യങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളം, പ്ലാന്റ്സിലുള്ള വെള്ളം. പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ. സസ്യങ്ങൾക്കും ജലം ആവശ്യമാണ്.
വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വെള്ളം സസ്യങ്ങളിൽ ചെയ്യുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക. ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിലോട്ട് എത്തിക്കുന്നത് വെള്ളമാണ്. പിന്നെ ടു ട്രാൻസ്പോർട്ട് ദി അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്. അപ്പോൾ നമ്മൾ ഈ അബ്സോർബ് ചെയ്തിരിക്കുന്നത് വലിച്ചെടുത്തിരിക്കുന്ന മിനറൽസ് ഒക്കെ ഇലകളിലേക്ക് എത്തിക്കുന്നത് വെള്ളമാണ്. പിന്നെ ഫോർ ഫോട്ടോസിന്തസിസ്, പിന്നെന്താ ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ശരീരഘടന നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും വെള്ളം അത്യാവശ്യമാണ്. ഓൾ ലിവിങ് ബീങ്സ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻസ്. എല്ലാ ജീവികൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. കളർ ആൻഡ് ഷേപ്പ്. ഇനി വെള്ളത്തിൻ്റെ കളറിനെയും ഷേപ്പിനെയും നിറവും ആകൃതിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ ഓർ ഓർഡർ, ഇറ്റ് മസ്റ്റ് ബി പ്യുവർ വാട്ടർ. അപ്പോൾ ഈ കുട്ടി എന്താ പറയുന്നത്? ഇതിന് നിറവും മണവും ഒന്നുമില്ല, അപ്പോൾ ശുദ്ധജലമായിരിക്കും. ഡിഡ് യു നോട്ടീസ് ദിസ് ചൈൽഡ്സ് ഒപ്പീനിയൻ? ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ നിങ്ങൾ കുട്ടി പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിനു മുമ്പ് നമുക്കൊരു ടേബിൾ നോക്കാം കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സം ഇൻഫർമേഷൻ ഫ്രം ദ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഇസ് ഗിവൺ ബിലോ. അപ്പോൾ ഒരു ജലപരിശോധന റിപ്പോർട്ടിലെ കുറച്ച് വിവരങ്ങളാണ് താഴെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റഡ് ഫാക്ടർ എന്താണ്? ആദ്യം ഒരു വെള്ളം എടുത്തിട്ട്, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അവരെന്താ നോക്കുന്നത്? അതിന് കളർ ഉണ്ടോ? അപ്പോൾ പ്രസൻസ്, സാന്നിധ്യം, ഇല്ല. ഓർഡർ, നോ. അതായത് ഓർഡർ എന്ന് വെച്ചാൽ മണം അല്ലെങ്കിൽ സ്മെൽ, ഇല്ല. ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ എന്താ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു വെള്ളത്തിന് കളറും മണവും ഒന്നും ഇല്ല എന്ന് വെച്ചിട്ട് അത് ശുദ്ധജലം ആവണമെന്നില്ല. അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് വാട്ടർ ലൈക്ക് ദിസ്? ഇത്തരത്തിൽ ജലം പരിശോധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അപ്പോൾ എന്താണ്? ടെസ്റ്റിംഗ് വാട്ടർ ensures that it is safe for consumption by checking for contaminants like bacteria, chemicals and other impurities. അപ്പം വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുമല്ലോ ഇത് സേഫ് ആണോ, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, കുടിക്കാൻ പറ്റുമോ, ഇതിനകത്ത് ബാക്ടീരിയ ഉണ്ടോ, കെമിക്കൽസ് ഉണ്ടോ, അതോ വേറെ എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. It helps in preventing waterborne diseases and maintaining public health. നമ്മൾ away from diseases എന്ന ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ് waterborne diseases, അല്ലെ വെള്ളത്തിൽ കൂടെ വരുന്ന ഡിസീസസ്. അപ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന അസുഖങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, നിരോധിച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും, അല്ലേ? റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് പ്യുവർ വാട്ടർ. താഴെ റെഡിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. Pure water is water that is free from color, odor and bacteria or microorganisms. Pure water എന്താണ്? അതിന് നിറമുണ്ടാവില്ല, മണമുണ്ടാവില്ല, പിന്നെ ബാക്ടീരിയ അഥവാ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഇസ് സേഫ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്. അത് കുടിക്കാനും സേഫാണ്, പിന്നെ ബാക്കി കാര്യങ്ങൾക്കും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്യുവർ വാട്ടർ. ഓക്കെ, അടുത്ത എന്താ? ഡസ് വാട്ടർ ഹാവ് എ ഷേപ്പ്? അപ്പോൾ താഴെ പല പല ആകൃതിയിലുള്ള പാത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജലത്തിനൊരു ആകൃതി ഉണ്ടോ? Take water in containers of various shapes. Is there a relationship between the shape of the water and shape of the container? പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ ആദ്യം വെള്ളം എടുക്കുക. ജലത്തിന്റെ ആകൃതിയും പാത്രത്തിന്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ടല്ലേ. നമ്മളിപ്പോൾ ചിലവർക്ക് നല്ല നീളമുള്ള ബോട്ടിൽ ഉണ്ടാവും, ചിലവർക്ക് നല്ല ഉണ്ട ബോട്ടിലായിരിക്കും. അപ്പോൾ ഈ ബോട്ടിലൊക്കെ വെള്ളം കൊണ്ടുപോയാൽ ആ ഷേപ്പ് വെള്ളം എടുക്കും, അല്ലേ? ബോട്ടിലിന്റെ ഷേപ്പാണോ അതേ ഷേപ്പിലാണ് വെള്ളം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. കണ്ടെയ്നർ എന്ന് വെച്ചാൽ പാത്രം. ഏതിനകത്താണോ വെള്ളം ഇരിക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പിലാണ് വെള്ളവും ഇരിക്കുന്നത്. ഓക്കെ, സിങ്ക് ഓർ ഫ്ലോട്ട് അടുത്ത ടോപ്പിക്കാണ്. മുങ്ങുന്നവയും മുങ്ങാത്തവയും. സിങ്ക് ചെയ്യാന്ന് വെച്ചാൽ മുങ്ങുക, ഫ്ലോട്ട് ചെയ്യാന്ന് വെച്ചാൽ മുങ്ങാതിരിക്കുക. ഡിഡ് യു സീ ദ പേപ്പർ ബോട്ട് ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ? അപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ കടലാസ് തോണി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജെക്ട്സ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ? കെൻ യു ഗെസ്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിളിൽ ഏതൊക്കെ സാധനങ്ങളാണ് മുങ്ങിക്കിടക്കുക, ഏതൊക്കെയാണ് മുങ്ങാതിരിക്കുക, അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോൺ മുങ്ങിപ്പോവും, അല്ലേ? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുങ്ങിപ്പോവുന്നതിന് റോങ് ഇട്ടിട്ടുണ്ട്, മുങ്ങാതിരിക്കുന്നതിന് ടിക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. സ്റ്റോൺ മുങ്ങും, ബലൂൺ മുങ്ങില്ല, കോയിൻ മുങ്ങിപ്പോവും, വുഡ് പീസ് മുങ്ങില്ല, ക്യാംഫർ അതായത് കർപ്പൂരം മുങ്ങില്ല, പ്ലാസ്റ്റിക് മുങ്ങില്ല, അയൺ നെയിൽ ഇരുമ്പിൻ്റെ ആണി മുങ്ങിപ്പോവും, ലീഫ്, വാക്സ്, ഐസ് ഇതൊന്നും മുങ്ങിപ്പോവില്ല. ഓക്കെ,
We often utilize the ability of objects to float in water, don't we? Write some examples for such situations. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഈ വസ്തുക്കളുടെ കഴിവ് നമ്മൾ വിവിധ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള കുറച്ച് സന്ദർഭങ്ങൾ പറയാനാണ് പറയുന്നത്. ഒന്നെന്താണ് റാഫ്റ്റിംഗ്, അതായത് ചെങ്ങാടത്തിലുള്ള യാത്ര. പിന്നെന്താ ബോട്ടിംഗ്, ബോട്ടിലുള്ള യാത്ര. സ്വിമ്മിങ്, ഫിഷിംഗ്, ഇതൊക്കെ എന്താണ് നമ്മൾ പൊങ്ങിക്കിടക്കാനുള്ള ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ, ലയിക്കുന്നവയും ലയിക്കാത്തവയും. ബ്രദർ, കെൻ യു മേക്ക് സം ലെമൺ ജ്യൂസ് ഫ്രോം മീ? ചേട്ടാ, എനിക്ക് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ? അപ്പൊ ചേട്ടൻ എന്താ പറയുന്നത്? ഇറ്റ്സ് സിമ്പിൾ. Squeeze a lemon into water, add some sugar and mix. Lemon juice is ready. വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം റെഡി ആവുമെന്ന് ചേട്ടൻ പറയും. അപ്പൊ എന്താ അനിയത്തി പറയുന്നത്? Where did the sugar go? പഞ്ചസാര എവിടെ പോയി? അപ്പൊ അവള് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ഷുഗറൊക്കെ ഇട്ട് ഇളക്കിയപ്പോ പഞ്ചസാര എവിടെയോ പോയി. ഇറ്റ് കനോട്ട് ബി സീൻ ദ ഷുഗർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അപ്പൊ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് കാണാൻ കഴിയാത്തത് എന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കും. ഡു ഓൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ? എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കോ? ഇല്ല അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോ, നോട്ട് ഓൾ സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ വാട്ടർ. ഹൗ ഡു വി ഫൈൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ? നമ്മൾ എങ്ങനെയാണ് വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ കണ്ടുപിടിക്കുന്നത്? ഒന്നെന്താ ചെയ്യാൻ പറ്റുക? ബൈ ആഡിങ് ദ സബ്സ്റ്റൻസ് ടു വാട്ടർ ആൻഡ് ഒബ്സർവിങ് ഇഫ് ഇറ്റ്സ് ഡിസോൾവ്സ് ഓർ നോട്ട്. അപ്പോൾ ആ ഒരു സാധനം എടുത്ത് വെള്ളത്തിലിട്ട് കലക്കി നോക്കുക, അത് ലയിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? Shall we do an experiment using the following items? താഴെ പറയുന്ന വസ്തുക്കൾ വെച്ച് നമുക്കൊരു പരീക്ഷണം ചെയ്താലോ? ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ കൊണ്ടിടുക. ഇതിൽ ഏതൊക്കെയാ ഡിസോൾവ് ചെയ്യുക, ഏതൊക്കെയാ ഡിസോൾവ് ചെയ്യാത്തത് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിസോൾവ് ആവുന്ന ലയിക്കുന്ന വസ്തുക്കളാണ് ഷുഗർ, സോൾട്ട്, വിനെഗർ, ബേക്കിംഗ് സോഡ, ഡിറ്റർജന്റ്, ക്യാംഫർ, കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, ഇനി സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് ഡിസോൾവ്, ലയിക്കാത്തത് എന്താ? വാക്സ് അല്ലേ? പിന്നെന്താ? വാക്സ് എന്ന് പറയുമ്പോൾ മെഴുക്, കെറോസിൻ എന്ന് പറയുമ്പോൾ മണ്ണെണ്ണ, കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ. യു ഹാവ് സീൻ ദാറ്റ് സം സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ സോളിഡും ലിക്വിഡും എന്താണ്? സോളിഡ് എന്ന് വെച്ചാൽ ഐസ്, ലിക്വിഡ് എന്ന് വെച്ചാൽ വെള്ളം പോലെ ഇരിക്കുന്ന സാധനങ്ങൾ. പിന്നെ ഗ്യാസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും അല്ലേ? Do gases dissolve in water? Can you guess? Yes, some gases do dissolve in water. For example, oxygen and carbon dioxide are gases that can dissolve in water. ഇവിടെ എന്താ ചോദിക്കുന്നത്? ഗ്യാസ് വെള്ളത്തിൽ ലയിക്കുമോ? ഉത്തരം ലയിക്കും. ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഒക്കെ കുറച്ച് ഗ്യാസസ് ആണ്, വെള്ളത്തിൽ ലയിക്കാൻ പറ്റുന്നവ. ഓക്കെ, അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന മീനിനെ, അക്വേറിയത്തിലെ മീനിനെ നോക്കുക. അപ്പൊ ഈ വെള്ളത്തിനടിയിൽ കിടന്നിട്ട് മീൻ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത്? Where do the fishes in the aquarium get oxygen to breathe? അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? Fishes get oxygen from the dissolved oxygen in the water. ഇപ്പം എല്ലാവരുടെയും സംശയം തീർന്നോ? അപ്പം അക്വേറിയത്തിലെ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജൻ ആണ് നമ്മുടെ ഫിഷ് ബ്രീത്ത് ചെയ്യുന്നത്, ഓക്കെ, ശ്വസിക്കുന്നത്. Have you seen the bubbles coming out of the soda bottle when you open it? How is soda water made? അപ്പോൾ സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെങ്ങനെയാണ് ഈ സോഡ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? സോഡ വാട്ടർ ഇസ് മെയ്ഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഇൻ വാട്ടർ. അപ്പോൾ ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് എന്ന ഗ്യാസ് ലയിപ്പിച്ചതിന് ശേഷമാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് ആയി പഠിച്ചത് കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഡിസോൾവ് ആവുന്നതാണ്. ഓക്സിജൻ ഡിസോൾവ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് വെള്ളത്തിൽ ഓക്സിജൻ ഡിസോൾവ് ആയിട്ട് ആ ഓക്സിജനാണ് ഫിഷസ് ബ്രീത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ആവുന്ന ഒരു കണ്ടീഷനാണ് സോഡ വാട്ടറിൽ കാർബൺ ഡയോക്സൈഡ്. അപ്പം ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലയിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. The bubbles are caused by the release of carbon dioxide gas when the soda bottle is opened. അപ്പോൾ സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതുകൊണ്ടാണ് കുമിളകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ബബിൾസ് ഉണ്ടാവുന്നത്? നമ്മുടെ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്ന ഗ്യാസ് സോഡ കുപ്പിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് കാരണമാണ് ബബിൾസ് ഉണ്ടാവുന്നത്. ഓക്കെ, വാട്ട് വാസ് ഡിസോൾവ്ഡ് വെൻ ദ ലെമൺ ജ്യൂസ് വാസ് പ്രിപ്പയർഡ്? അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയപ്പോൾ എന്തൊക്കെയാണ് ലയിച്ചു ചേരുന്നത്?
ഒന്ന് ഷുഗറും മറ്റേത് ലെമൺ ജ്യൂസും അല്ലേ, പഞ്ചസാരയും നാരങ്ങാ നീരും. വേർ ഡിഡ് ദേ ഡിസോൾവ് ഇൻ? ഏതിലേക്കാണ് ഇവർ ലയിച്ച് ചേർന്നത്? വെള്ളത്തിലോട്ടല്ലേ. ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. A substance that dissolves is called a solute and the substance in which it dissolves is called a solvent. അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിനെ നമ്മൾ എന്താ പറയാം? സൊല്യൂട്ട് എന്ന് പറയും. പിന്നെ എന്തിലാണോ അത് ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ നമ്മൾ സോൾവെന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, പഞ്ചസാര വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ പഞ്ചസാര എന്താവും? ഡിസോൾവ് ആവും, ലയിച്ചു പോവും. അപ്പം അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും. പഞ്ചസാര സൊല്യൂട്ടാണ്, വെള്ളത്തിലാണ് അത് ലയിച്ചു ചേരുന്നത്. അപ്പം അതിനെ നമ്മൾ എന്ത് പറയും? സോൾവെന്റ് എന്ന് പറയും. ഓക്കെ. A solution is formed when the solute is dissolved in the solvent. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത് സൊല്യൂട്ട് സോൾവെന്റിൽ ലയിക്കുമ്പോഴാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, സൊല്യൂട്ടും സോൾവെന്റും കണ്ടുപിടിക്കണം. അപ്പോൾ ഷുഗർ സൊല്യൂഷനിൽ സൊല്യൂട്ട് ഷുഗർ ആണ്, സോൾവെന്റ് വാട്ടർ ആണ്. സോഡയിൽ സൊല്യൂട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, സോൾവെന്റ് വാട്ടർ ആണ്. അതുപോലെ സോൾട്ട് സൊല്യൂഷനിൽ സോൾട്ട് ആണ്, സോൾവെന്റ് വാട്ടർ ആണ്. വിനെഗർ സൊല്യൂഷനിൽ സൊല്യൂട്ട് വിനെഗർ ആണ്, സോൾവെന്റ് വാട്ടർ ആണ്. സൊല്യൂഷൻ ബേക്കിംഗ് സോഡ സൊല്യൂഷനിൽ സൊല്യൂട്ട് ബേക്കിംഗ് സോഡയാണ്, സോൾവെന്റ് വാട്ടർ ആണ്. ഓക്കെ. ഫൈൻഡ് മോർ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. ഇപ്പം വെള്ളത്തിൽ ലയിക്കുന്ന മറ്റ് വസ്തുക്കൾ കണ്ടെത്തി ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരുന്നത്. നമ്മളത് ടേബിളിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഹൗ ഡു യു റിമൂവ് ജാക്ക് ഫ്രൂട്ട് ഗം ആൻഡ് ടാർ ഇഫ് ദേ സ്റ്റിക്ക്? അപ്പോൾ ചക്ക, പശ, ടാർ എന്നിവ ഒക്കെ പറ്റിപ്പിടിച്ച് നമ്മൾ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? പൊതുവേ നമ്മൾ എണ്ണ എടുത്ത് തടവും അല്ലേ. ദീസ് ക്യാൻ ബി റിമൂവ്ഡ് യൂസിങ് ഓയിൽ ഓർ കെറസിൻ ബിക്കോസ് ദേ ആർ നോട്ട് സോല്യൂബിൾ ഇൻ വാട്ടർ. എന്തുകൊണ്ടാണ്? ഈ ഓയിലും മണ്ണെണ്ണയൊന്നും വെള്ളത്തിൽ സോൾവ് ആവില്ല എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ചക്ക, പശയൊക്കെ കളയാൻ വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിക്കുന്നത്. വെള്ളത്തിൽ കൊണ്ട് കഴുകിയത് പോവില്ല അല്ലേ. വൈ കാൻ ദീസ് ബി വാഷ്ഡ് ഓഫ് വിത്ത് വാട്ടർ? എന്തുകൊണ്ടാണ് വെള്ളത്തിൽ കഴുകിയത് പോവാത്തത്? ബിക്കോസ് ദേ ആർ നോട്ട് സോല്യൂബിൾ ഇൻ വാട്ടർ. ഈ ചക്കപ്പശയൊന്നും വെള്ളത്തിൽ സോല്യൂബിൾ അല്ല, ഡിസോൾവ് ആവില്ല. അതുകൊണ്ട് വെള്ളം ഒറ്റയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഡിസോൾവ് ചെയ്യാനോ ഇതിനെ ലയിപ്പിച്ച് കളയാനോ അതോ ബ്രേക്ക് ചെയ്ത് കളയാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമൂവ് ബോൾ പോയിന്റ് പെൻ ഇങ്ക് ഓൺ ക്ലോത്ത്സ്? പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഷർട്ടിലൊക്കെ ഇങ്ക് ആയിക്കഴിഞ്ഞാൽ, പെന്നിൻ്റെ ഇങ്ക് ആയിക്കഴിഞ്ഞാൽ അത് പോവില്ല. അപ്പോൾ അത് കളയാൻ നമുക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റുക? നമുക്കൊന്ന് ആൽക്കഹോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കമേഴ്ഷ്യലായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇങ്ക് റിമൂവർ. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കളയാൻ പറ്റും. ആർ ദ സബ്സ്റ്റൻസസ് സോല്യൂബിൾ ഇൻ വാട്ടർ, സോല്യൂബിൾ ഇൻ കെറസിൻ ആൻഡ് കോക്കനട്ട് ഓയിൽ ടു? അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. വാട്ടർ, കെറസിൻ, കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ എന്നിവയൊക്കെ വെള്ളത്തിൽ ലയിക്കുന്നതാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ ക്യാംഫർ, അതായത് കർപ്പൂരം മാത്രമേ കെറസിനിലും കോക്കനട്ട് ഓയിലും മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുള്ളൂ, ബാക്കിയൊന്നും ലയിക്കില്ല. ഓക്കെ. അനലൈസ് ദ കംപ്ലീറ്റഡ് ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫൈൻഡിങ്സ്. അപ്പോൾ നിങ്ങളുടെ ഫൈൻഡിങ് എഴുതാൻ പറയാണ്. ഇവിടെ ഞാൻ മുകളിൽ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫൈൻഡിങ്സ്. വാട്ടർ, ഡിസോൾവ് ഷുഗർ, സോൾട്ട്, ബേക്കിംഗ് സോഡ, കോപ്പർ സൾഫേറ്റ്, ക്യാംഫർ. കെറസിൻ എന്താണ്? ഡിസോൾവ്സ് ക്യാംഫർ ഓൺലി. കോക്കനട്ട് ഓയിലും ഡിസോൾവ്സ് ക്യാംഫർ ഓൺലി. കർപ്പൂരം മാത്രമേ ലയിപ്പിക്കുള്ളൂ. Water has the ability to dissolve many substances. Hence, water is called the യൂണിവേഴ്സൽ സോൾവെന്റ്. അപ്പോൾ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നമ്മൾ എന്താ വിളിക്കുക? യൂണിവേഴ്സൽ സോൾവെന്റ്. ഓക്കെ. അപ്പോൾ എല്ലാത്തിനും, ഏകദേശം എല്ലാത്തിനും അത് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനെ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് വിളിക്കുന്നത്. റൈറ്റ് മോർ എക്സാമ്പിൾസ് ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ഡിസോൾവിംഗ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ജലത്തിൻ്റെ ഈ ഡിസോൾവ് ചെയ്യാനുള്ള ഒരു ശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്താവുന്ന? വസ്ത്രങ്ങൾ അലക്കാൻ, ടു വാഷ് ക്ലോത്ത്സ്, കുക്ക് ചെയ്യാൻ, പിന്നെ ക്ലീനിങ്. ഓക്കെ. അടുത്തത് ഓരോ സിറ്റുവേഷൻസ് കൊടുത്തിരിക്കുകയാണ്. സിറ്റുവേഷൻ 1. Take water in 2 glasses and mix sugar grains in one and powdered sugar in another. അപ്പം എന്താ ചെയ്യാം? 2 ഗ്ലാസ്സുകളിൽ വെള്ളം എടുത്തിട്ട് ഒന്നിൽ പഞ്ചസാര തരികളും ഒന്നിൽ പൊടിച്ചു വെച്ച പഞ്ചസാരയും ലയിപ്പിച്ച് നോക്കുക. അപ്പം എന്താ സംഭവിക്കുക? നിങ്ങൾ ശ്രദ്ധിക്കും, പൗഡേർഡ് ഷുഗർ, അതായത് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഡിസോൾവ്സ് ഫാസ്റ്റ്, പെട്ടെന്ന് അങ്ങ് ലയിച്ചു പോകും ഷുഗർ ഗ്രെയിൻസിനേക്കാളും കൂടുതൽ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗറും ഉപ്പും വെച്ചിട്ട് ട്രൈ ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും ഷുഗർ കുറച്ചുകൂടെ വലിയ തരിയാണ് അല്ലേ, ഉപ്പ് പെട്ടെന്ന് ലയിച്ചു പോകുന്നതാണ് കാണും. ഓക്കെ. സിറ്റുവേഷൻ 2 എന്താണ്?
Take 2 glasses of water, dissolve sugar in the first glass with stirring and dissolve sugar in the second glass without stirring. 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും മറ്റേതിൽ പഞ്ചസാര ഇളക്കിയും ലയിപ്പിച്ചു നോക്കാം. Stirring increases the speed at which sugar dissolves because it distributes the sugar particles more evenly in the water. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ തരികളൊക്കെ എന്താവും, ഒരുപോലെ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയി കിട്ടും അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഡിസോൾവ് ആവും. അപ്പോൾ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് അത് ഡിസോൾവ് ആവും. ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടി കിടന്നിട്ട് മെല്ലെ മെല്ലെ മെല്ലെയാണ് ഡിസോൾവ് ആവും. പക്ഷെ ഇളക്കി കിടത്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ദൂരെയായിട്ട് പെട്ടെന്ന് അങ്ങ് ഡിസോൾവ് ആവും. സിറ്റുവേഷൻ 3 എന്താണ്? Take hot water in one glass, cold water in another glass and mix a drop of ink in each. Is there any difference in the speed at which sugar and ink dissolve? അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്തിട്ട് ഒരു തുള്ളി മഷി അതിലൊട്ടിച്ച് നോക്കുക. പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിൻ്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിൽ എന്ത് സംഭവിക്കുക? ഇങ്ക് ഡിസോൾവ്സ് ഫാസ്റ്റർ ഇൻ ഹോട്ട് വാട്ടർ ബിക്കോസ് ഹയർ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഹെൽപ്പിംഗ് ദ ഇങ്ക് സ്പ്രെഡ് മോർ ക്വിക്ക്ലി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും ഇട്ടാൽ പെട്ടെന്ന് അത് അലിഞ്ഞു പോകും. ഓക്കെ, കാരണം എന്താ? ഹയർ ടെമ്പറേച്ചർ, ചൂട് കൂടും തോറും ഈ വെള്ളത്തിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മോളിക്യൂൾസ്, അത് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കണ്ട, ഇപ്പോൾ വലിയ ക്ലാസ്സിൽ പഠിക്കും മോളിക്യൂൾസ് ഒക്കെ എന്താണെന്ന്. പക്ഷേ വെള്ളത്തിൽ കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്, അതിൻ്റെ മൂവ്മെൻറ്റ് പെട്ടെന്നാവും ഈ ചൂട് കൂടുമ്പോൾ. അപ്പോൾ ഇങ്ക് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡായിട്ട് വേഗം ലയിച്ചു പോകും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്ന് ടെമ്പറേച്ചർ, അതായത് ചൂട് കൂടുമ്പോൾ ഡിസോൾവ് ആവും പെട്ടെന്ന്. സർഫസ് ഏരിയ അല്ലെ, കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾ ആണെങ്കിൽ, അതായത് പഞ്ചസാര തരിയും പഞ്ചസാര പൊടി പെട്ടെന്ന് ഡിസോൾവ് ആയി. കാരണം എന്താ? അത് കുഞ്ഞു പാർട്ടിക്കിൾ ആയിരുന്നു. കുഞ്ഞു പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസോൾവ് ആയി. പക്ഷേ പഞ്ചസാര തരിക്ക് എന്താ? ലാർജർ സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് വെച്ചാൽ സർഫസിലുള്ള ഏരിയ, അതായത് എത്ര അതിന് ചുറ്റും എത്ര ഏരിയ ഉണ്ട് നമ്മൾ നോക്കാം. വലിയ പഞ്ചസാര തരിയുടെ മുകളിൽ കുറേ സ്ഥലമുണ്ട്, പൊടീൻ്റെ മുകളിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ലയിച്ചു പോകും. എജിറ്റേഷൻ എന്ന് വെച്ചാൽ ഇളക്കി കൊടുക്കുക. അതിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് പെട്ടെന്ന് ഈവൻ ആയിട്ട് അങ്ങ് സ്പ്രെഡ് ആവും. അപ്പോൾ പെട്ടെന്ന് അത് ഡിസോൾവ് ആവും. ഓക്കെ, വാട്ടർ ഇൻ മെനി ഫോംസ്. ഓക്കെ, പല രൂപത്തിലുള്ള വെള്ളത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ. എന്താണത്? ഐസ് ട്രീൽ ഐസ് ആണ്. ഹൗ ഇസ് ഐസ് ഫോംഡ്? എങ്ങനെയാണ് ഐസ് ഉണ്ടാക്കുന്നത്? ഐസ് ഇസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ. അപ്പം നമ്മൾ വെള്ളം ഫ്രീസ് ചെയ്തിട്ടാണ് ഐസ് ഉണ്ടാക്കുന്നത്. വെള്ളത്തിൻ്റെ സോളിഡ് ഫോമാണ് അത്. വെള്ളം ഇങ്ങനെ ഫ്രീസ് ആയി കഴിഞ്ഞാലാണ് ഐസ് ഉണ്ടാവുന്നത് അല്ലേ. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസ്? നമ്മൾ എന്തൊക്കെ ആവശ്യത്തിനാണ് ഐസ് ഉപയോഗിക്കുന്നത്? ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിൽ. അപ്പോൾ സാധനങ്ങൾ മോശം, ഇപ്പം മീനൊക്കെ നിങ്ങൾ ഐസിലിട്ട് വെച്ചിരിക്കുന്നത്, ചിക്കനൊക്കെ ഐസിലിട്ട് വെച്ചിരിക്കുന്നത്, അല്ലെ ഫ്രീസറിൽ കൊണ്ടുവെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ എന്താ? കൂൾ ഡ്രിങ്ക്സ് അല്ലേ. ടു കൂൾ ഡ്രിങ്ക്സ്, വെള്ളമൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ടു റെഡ്യൂസ് സ്വെല്ലിങ് ഇൻ ഇഞ്ചുറീസ്. അപ്പോൾ പൊട്ടി വീണ് കഴിഞ്ഞാൽ, പൊന്തി വന്നൊക്കെ കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഐസൊക്കെ വെച്ച് തരും അല്ലേ, പൊട്ടിയെടുത്ത്. അതിനൊക്കെ നമ്മൾ ഐസ് യൂസ് ചെയ്യും. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഐസ് ഇസ് ലെഫ്റ്റ് ഔട്ട്സൈഡ് ഫോർ എ ഷോർട്ട് ടൈം? കുറച്ച് ഐസ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഉരുകി പോവും, അത് മെൽട്ടായി പോവും അല്ലേ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഇതൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓരോ സന്ദർഭങ്ങൾ നോക്കുക. വെൻ ഐസ് ഇസ് കെപ്റ്റ് ഇൻ എ വെസൽ, ഒരു പാത്രത്തിൽ ഐസ് വെച്ചിരുന്നാൽ അതെന്ത് സംഭവിക്കും? ഇറ്റ് മെൽസ് ഇൻ ടു വാട്ടർ. അത് വെള്ളം ഉരുകി പോവും അല്ലെ, വെള്ളമായിട്ടങ്ങ് മാറും. വെൻ ഐസ് ഇസ് ഹീറ്റഡ്, ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ആദ്യം വെള്ളമാവും, പിന്നെ അത് ബോയിൽ ആവാൻ തുടങ്ങും. ഇറ്റ് ടേൺസ് ഇൻ ടു വാട്ടർ ആൻഡ് ഈവൻച്വലി ബോയിൽസ്. വെൻ ദ വാട്ടർ ഇൻ ദ വെസൽ ബോയിൽസ്, അപ്പോൾ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് ടേൺസ് ഇൻ ടു സ്റ്റീം. അപ്പോൾ അത് സ്റ്റീമായി മാറും അല്ലേ. വെൻ ലുക്കിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിഡ് ഓഫ് ദ വെസൽ ആഫ്റ്റർ ബോയിലിംഗ് ദ വാട്ടർ, അപ്പോൾ നമ്മൾ ഈ സ്റ്റീം ആയി കഴിഞ്ഞാൽ വെള്ളം തിളച്ചതിന് ശേഷം അത് മൂടി വെച്ചിരിക്കുന്ന പാത്രം എടുത്ത് നോക്കി ഇങ്ങനെ കുമിള ബബിൾസ് പോലെ കാണാൻ പറ്റും. അതിനെയാണ് നമുക്ക് പറയാൻ പറ്റുക കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ എന്ന് വെച്ചാൽ ഈ ഡ്രോപ്പ് വെള്ളം വരില്ലേ, നമ്മളൊരു വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ തിളച്ചതിന് ശേഷം ആ പാത്രം മൂടി പൊക്കി നോക്കിയാൽ അതിൻ്റെ താഴെ ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഉണ്ടാവും. അതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ആദ്യം മെൽറ്റ് ആവും, പിന്നെ അത് വെള്ളമാവും, പിന്നെ അത് ബോയിലാവും, പിന്നെ അത് സ്റ്റീം ആവും, പിന്നെ അത് കണ്ടൻസേറ്റ് ആയിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയി മാറും. ഓക്കെ,
In many situations, we use the ability of water to conduct heat, which are those situations. അപ്പം ചൂട് വഹിക്കാനുള്ള വെള്ളത്തിൻ്റെ കഴിവ് നമ്മൾ പല പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ഫോർ കുക്കിംഗ് റൈസ്, അരി വേവിക്കാൻ. പിന്നെ ബോയിലിംഗ് വെജിറ്റബിൾസ് ഒക്കെ പച്ചക്കറിയൊക്കെ വേവിക്കാൻ. മേക്കിംഗ് ടീ ഓർ കോഫി, ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ. ഹീറ്റിംഗ് വാട്ടർ ഫോർ ബാത്തിങ്, കുളിക്കാൻ വേണ്ടി. വെള്ളം ചൂടാക്കാനൊക്കെ നമ്മൾ ഈ വെള്ളം ചൂട് സഹിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ വെള്ളത്തിനെ ചൂടാക്കി ഉപയോഗിക്കുന്നത്. Haven't you noticed that when water is heated it rises up as steam? അപ്പോൾ വെള്ളം ചൂടാക്കുമ്പോൾ അത് ബാഷ്പമായിട്ട്, അതായത് സ്റ്റീമായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാട്ട് ഹാപ്പൻസ് ടു ദ മോയ്സ്ചർ ഇൻ ദ വെറ്റ് ക്ലോത്ത്സ് ആസ് ദേ ഗെറ്റ് ഡ്രൈ? അപ്പം നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം ഉണ്ടാവില്ല, തണുപ്പ്. അതിനെന്താ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. The spreading of small particles of liquid from its surface to the surroundings is called vaporization. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ മോളിൽ, അതായത് സർഫസിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ആസ് ദ സബ്സ്റ്റൻസ് ഹീറ്റ്സ് അപ്പ് ദ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇൻക്രീസസ്. അപ്പോൾ ചൂട് കൂടും തോറും ഈ വേപ്പറൈസേഷനും കൂടും. വേപ്പറൈസേഷൻ ഒക്കേഴ്സ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലും വേപ്പറൈസേഷൻ നടക്കും. വാട്ടർ ഇസ് ദി ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ ഇൻ ഓൾ 3 സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ വെള്ളം മാത്രമേ 3 അവസ്ഥകളിൽ നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് വെള്ളം സോളിഡായിട്ട്, ഐസായിട്ടിരിക്കും, വെള്ളം വെള്ളമായിട്ട്, ലിക്വിഡായിട്ടിരിക്കും, വെള്ളം സ്റ്റീമായിട്ട്, ഗ്യാസ് ആയിട്ടും ഇരിക്കും അല്ലേ. ഓക്കെ, അടുത്ത എന്താണ്? വാട്ടർ ലെവൽ. ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ടേബിളിൻ്റെ മുകളിൽ 3 ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസുള്ള പാത്രം വെച്ചിട്ട് എന്താണ് സ്ട്രിങ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ അതിൽ. ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ 3ലും ഒരേ ലെവലിലാണ് വെള്ളം നിൽക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ടർ സീക്സ് ഇറ്റ്സ് ഓൺ ലെവൽ റിഗാർഡ്ലെസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഷേപ്പ് ഏതും ആയിക്കോട്ടെ ഒരേ ലെവലിലാണ് വാട്ടർ നിൽക്കുക. അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. പറ്റുമെങ്കിൽ എക്സ്പെരിമെൻ്റ് ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. What will happen to the water level in the wells of nearby houses when water bodies dry? അപ്പം ജലാശയങ്ങൾ വറ്റുമ്പോൾ നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള കിണറുകളും അടുത്തുള്ള കിണറുകളിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ദ വാട്ടർ ലെവൽ ഇൻ നിയർ ബൈ വെൽസ് ഡിക്രീസസ് അല്ലെ. കിണറിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബിക്കോസ് വെൽസ് ആർ ഓഫൻ കണക്റ്റഡ് ടു ദ സെയിം അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. കാരണം ഒരേ അണ്ടർഗ്രൗണ്ട്, അതായത് ഭൂമിക്കടിയിലുള്ള വെള്ളത്തിൻ്റെ ഇവിടുന്നാണ് എല്ലായിടത്തോട്ടും വെള്ളം വരുന്നത്. അതായത് അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ചുറ്റുമുള്ള വീട്ടുകളിലെ വെള്ളം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. Will the uncontrolled use of water by industries affect the availability of water in the area? അപ്പോൾ ഈ ഫാക്ടറീസ് ഒക്കെ നിയന്ത്രണമില്ലാണ്ട് ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ പ്രദേശത്തുള്ള ജലലഭ്യതയെ ബാധിക്കുമോ? അപ്പോൾ എന്താണ്? ഓവർ യൂസ് ഓഫ് വാട്ടർ ബൈ ഇൻഡസ്ട്രീസ് ക്യാൻ ലോവർ ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ നിയർ ബൈ റെസിഡൻറ്റ്സ് ടു ആക്സസ് വാട്ടർ ഫ്രം വെൽസ്. അപ്പോൾ ഇവർ കുറേ ഓവറായിട്ട് വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ, ഭൂമിക്കടിയിലെ വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞു പോവുകയും ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാർക്ക് വെള്ളം ലഭിക്കാതെ വരികയും ചെയ്യും. ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ദ ഡ്രൈയിങ് അപ്പ് ഓഫ് ലോക്കൽ വാട്ടർ ബോഡീസ്. അപ്പോൾ ചുറ്റുമുള്ള കുളത്തിലെയും റിവറിലെയൊക്കെ വെള്ളം ഇല്ലാതായി പോകാനും സാധ്യതയുണ്ട്. കൂടുതലായിട്ട് ഫാക്ടറീസിലോട്ടൊക്കെ കുറേ വെള്ളം ആവശ്യം വരും. ഫർദർ എഫക്റ്റിംഗ് ദ വാട്ടർ സപ്ലൈ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക് യൂസ്. അപ്പോൾ ഇങ്ങനെ ഈ പുഴയിലൊക്കെ വെള്ളം വറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? ഈ കൃഷിയിടങ്ങളിലേക്കും ഡൊമസ്റ്റിക് യൂസ്, ആൾക്കാരിങ്ങനെ കഴുകാനും കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളം ഇല്ലാതാവും. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ദിസ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. അപ്പോൾ വെള്ളം അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ മുകളിലൊരു ആക്ടിവിറ്റി കണ്ടല്ലേ, 3 ഷേപ്പുള്ള പാത്രം എടുത്തിട്ട് ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്താൽ, അതായത് അവർ കണക്റ്റഡ് ആണെങ്കിൽ അവർ ഒരേ ലെവലിലാണ് എപ്പോഴും നിൽക്കുക. ഇത് വെള്ളത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു സവിശേഷതയാണ്. വാട്ടർ സോഴ്സസ്. എർത്ത് ഇസ് എ വാട്ടറി പ്ലാനറ്റ്. അപ്പം ഭൂമി എന്താണ്? ഒരു ജലസമൃദ്ധമായ ഗ്രഹമാണ്. ഒബ്സർവ് ദ പിക്ചർ. വാട്ട് ഇസ് ദ മെയിൻ ബോഡി ഓഫ് വാട്ടർ? അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലൂ കളറാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലാൻഡിനേക്കാളും കൂടുതലാണ് സീ ഉള്ളത് അല്ലേ, കരയേക്കാളും കൂടുതൽ കടലാണുള്ളത്. ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
Seawater contains large amount of dissolved salts, so it cannot be used for daily needs. അപ്പോൾ വലിയ അളവിൽ നമുക്ക് എന്താ ഉപ്പ്, അതായത് ഡിസോൾവ് ആയിട്ടുള്ള ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് കടൽ വെള്ളം ഡെയിലി ഉപയോഗങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ, കടലിലെ വെള്ളം. റൈറ്റ് ഡൗൺ ദ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ അറൗണ്ട് യു. അപ്പോൾ നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളാണ് പോൺസ്, ലേക്സ്, വെല്ലൊക്കെ. വാട്ടർ റീച്ചസ് ദീസ് വാട്ടർ സോഴ്സസ് ത്രൂ റെയിൻ. അപ്പം മഴയിലൂടെയാണ് ഈ സ്ഥലത്തേക്കൊക്കെ വെള്ളം എത്തിച്ചേരുന്നത്. ഓക്കെ. വാട്ടർ ഡ്രോപ്പ് സീസ് ലിവിങ് ബീങ്സ് കനോട്ട് ലിവ് വിതൗട്ട് us. അപ്പോൾ എന്താണ്, ജലത്തുള്ളി, വെള്ളത്തിൻ്റെ തുള്ളി പറയുന്ന കാര്യമാണ്. ലിവിങ് ബീങ്സ് കനോട്ട് ലിവ് വിതൗട്ട് us. ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ആസ് ദ വാട്ടർ ബോഡീസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് വി റൈസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകും. വി ദെൻ ഗെറ്റ് കൂൾഡ് ആൻഡ് ടേൺ ഇൻ ടു റെയിൻ ക്ലൗഡ്സ്. പിന്നീട് തണുത്ത് മഴമേഘങ്ങളായിട്ട് മാറുകയാണ്. Then small particles in the rain clouds combine together as raindrops and fall to earth. പിന്നെ എന്താണ്, അവിടെ വെച്ചിട്ട് ഈ ചെറിയ കണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ട് മഴത്തുള്ളികളായിട്ട് താഴോട്ട് ഭൂമിയിലേക്ക് വരും. Thus we become part of water sources. അങ്ങനെ നമ്മൾ വീണ്ടും ഈ പോണ്ടിൻ്റെയും ലീക്കിൻ്റെയും റിവറിൻ്റെയും ഒക്കെ പാർട്ടായി മാറുകയാണ് ചെയ്യുന്നത്. Living beings depend on fresh water available on earth, but some human activities are causing water pollution. അപ്പോൾ ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാലും മനുഷ്യൻ്റെ ചില ഇടപെടലുകൾ എന്താണ്, മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക. എന്താണ്, ഇങ്ങനെ കാറ്റിൽസിനൊക്കെ കുളിപ്പിക്കുകയാണ്, പിന്നെ മോശം വെള്ളം പുഴയിലോട്ട് ഒഴുക്കി വിടുകയാണ്, പിന്നെ അതിന് ചുറ്റും സ്പോർട്സ് ഇവന്റ് ഒക്കെ നടക്കുകയാണ് അല്ലേ. പിന്നെന്താ കാണാൻ പറ്റുക, കച്ചറയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്, ആൾക്കാർ കുളിക്കുകയോ അലക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ലെറ്റ് us conserve for future. അപ്പം കരുതി വെക്കാം നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട്. വി ആർ ഇൻ എ പ്ലേസ് ദാറ്റ് റിസീവ്സ് ലാർജ് amount of rainfall, but in summer there is drought in many areas. If we harvest rainwater, we can ensure water availability even in summer. മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത് അല്ലേ. എന്നാലും വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാവാറുണ്ട്. അപ്പം മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ നമുക്ക് വേനൽക്കാലത്തും വെള്ളം കിട്ടും നല്ലപോലെ. ടേക്ക് എ ലുക്ക് അറ്റ് സം ഓഫ് ദ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ഇല്ലസ്ട്രേറ്റ്. അപ്പോൾ കുറച്ച് എന്താ വെള്ളം നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഒന്നാണ് റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, മഴവെള്ള സംഭരണി. പിന്നെന്താ, ചെക്ക് ഡാം, തടയണ. സ്റ്റോൺ വാൾ എന്ന് വെച്ചാൽ കയ്യാല. വെൽ റീചാർജിങ് എന്ന് വെച്ചാൽ കിണർ റീചാർജ്. പിന്നെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സാൻഡ് ഡാംസ് ഉണ്ട്, വാട്ടർ ബ്ലാഡേഴ്സ്, പോൺസ്, അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്. ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് പിക്ചേഴ്സും വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. പ്യുവർ വാട്ടർ ഇസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. The change in state of water is illustrated below. Complete the flowchart by adding appropriate words. അപ്പോൾ ഒരു സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലോ ചാർട്ട് ഫിൽ ചെയ്യാനാണ്. അപ്പോൾ വാട്ടർ കൂളായി കഴിഞ്ഞാൽ അത് ഐസ് ആവും, വാട്ടർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റീം ആവും അല്ലേ. ഐസിൻ്റെ സ്റ്റേറ്റ് സോളിഡ് ആണ്, വാട്ടറിൻ്റെ സ്റ്റേറ്റ് ലിക്വിഡ് ആണ്, സ്റ്റീമിൻ്റെ സ്റ്റേറ്റ് ഗ്യാസ് ആണ്. നമ്മൾ പഠിച്ച കാര്യമാണിത്. കംപ്ലീറ്റ് ദി ഐഡിയ ചാർട്ട് മെയ്ഡ് ഓൺ വാട്ടർ. അപ്പോൾ എന്താണ്, വാട്ടർ സോഴ്സ് എന്തൊക്കെയാണ്? റെയിൻ, റിവർ, ലേക്ക്, ഗ്രൗണ്ട് വാട്ടർ, ഓഷ്യൻസ്. നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? യൂസ് എന്താണ്? ഡ്രിങ്കിങ്, കുക്കിംഗ്, ക്ലീനിങ്, അഗ്രികൾച്ചർ. പിന്നെ ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യം വരും, ഫാക്ടറീസിലേക്ക്. പിന്നെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പഠിച്ചു. കളർലെസ് ആണ്, നിറമില്ല. ഓർഡർലെസ് ആണ്, മണമില്ല. ടേസ്റ്റ്ലെസ് ആണ്, ടേസ്റ്റ് ഇല്ല. യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്, എല്ലാത്തിനും ഏകദേശം എല്ലാത്തിനും ലയിപ്പിക്കും. പിന്നെ 3 സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്? വീണ്ടും സോളിഡ് ഐസ്, ലിക്വിഡ് വാട്ടർ, ഗ്യാസ്, സ്റ്റീം ഓർ വേപ്പർ എന്ന് പറയും. പൊല്യൂഷൻ, എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ്, അഗ്രികൾച്ചറൽ റൺ ഓഫ്. അപ്പം കൃഷിയിടങ്ങളിലെ ഫെർട്ടിലൈസേഴ്സും കെമിക്കൽസും അതൊക്കെ ഒഴുകി വരിക. ഡൊമസ്റ്റിക് സൂവേജ്, അതായത് കച്ചറകൾ കൊണ്ടിടുക. പ്ലാസ്റ്റിക് വേസ്റ്റ്. പിന്നെ ഓയിൽ സ്പിൽ, എണ്ണ വെള്ളത്തിലോട്ട് പോയി കഴിഞ്ഞാലും വെള്ളം പൊല്യൂട്ടാവും. ഓക്കെ. Examine the test report on water quality made on 3 different sources. Analyze the table and write your findings. അപ്പോൾ 3 കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ വെള്ളത്തിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടാണിത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് എന്താ, റിവർ വാട്ടർ.
റിവർ വാട്ടറിന്റെ കളർ എന്താണ്? മഡിയാണ്, ഒരു ചെളി പിടിച്ച കളറാണ്. പോണ്ട് വാട്ടറിന്റെയും മഡിയാണ്, ചെളി വെല്ലിലെ വാട്ടർ ക്ലിയർ ആണ്. ഓർഡറോ സ്മെല്ലാണെങ്കിലോ റിവറിലെയും പോണ്ട് വാട്ടറിനെയും ഒരു ഫൗൾ ഓർഡർ എന്ന് വെച്ചാൽ മോശം മണമുണ്ട്, വെല്ലിലെ വാട്ടറിന് മണമില്ല. റിവർ പോണ്ട് വാട്ടറിൽ ഓർഗാനിക് വേസ്റ്റും കെമിക്കൽ വേസ്റ്റും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വെല്ലിന്റെ വാട്ടറിൽ അതൊന്നും ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ എന്താണ്. വിച്ച് സോഴ്സ് ഓഫ് വാട്ടർ ഇസ് സേഫസ്റ്റ് ടു ഡ്രിങ്ക്? ഏത് വെള്ളമാണ് ഏറ്റവും സുരക്ഷിതമായത് കുടിക്കാൻ വേണ്ടിയിട്ട്? വെൽ വാട്ടർ ഇസ് സേഫസ്റ്റ് ടു ഡ്രിങ്ക് ആസ് ഇറ്റ് ഇസ് ക്ലിയർ, ഹാസ് നോ ഓർഡർ ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓർഗാനിക് ഓർ കെമിക്കൽ വേസ്റ്റ്. അത് ക്ലിയർ ആണ്, അതിന് മണമില്ല, അതിന് ഓർഗാനിക് ഓർ കെമിക്കൽ വേസ്റ്റ് ഒന്നും അതിലില്ല. ക്യാൻ വി മേക്ക് റിവർ ആൻഡ് പോണ്ട് വാട്ടർ പോർട്ടബിൾ? ഹൗ? അപ്പോൾ പുഴ, കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റാൻ പറ്റുമോ? ഇങ്ങനെ മുകളിൽ ഫസ്റ്റ് നമ്മളൊരു പിക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ. അപ്പോൾ ആദ്യം ഫിൽട്ടർ ഔട്ട് ലാർജ് ഡെബ്രീസ്, പിന്നെ allow waste to settle, strain through multi-layered sieves, disinfect, store in tank, distribute water to houses. ഓക്കെ, മുകളിലുള്ള ഫസ്റ്റ് പേജിലുള്ള ഒരു പിക്ചറാണ് കേട്ടോ, അതിന് താഴെ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ ബോക്സിലിട്ടിരിക്കുന്നത്. വാട്ട് കെൻ വി ഡു ടു പ്രിവെൻറ്റ് പൊല്യൂഷൻ ഓഫ് വാട്ടർ സോഴ്സസ്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെള്ളം മോശമാവുന്നത്, ജലമലിനീകരണം തടയാൻ പറ്റുക? പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, ശരിയായ രീതിയിൽ വെള്ളത്തിലോട്ട് വേസ്റ്റ് കൊണ്ട് കളയാതെ ശരിയായ രീതിയിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. റെഡ്യൂസ് കെമിക്കൽ യൂസ്, അതായത് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ വെള്ളത്തിലോട്ട് ഇടാതിരിക്കുക. സൂവേജ് ട്രീറ്റ്മെൻറ്റ്, അതായത് മോശം വെള്ളം കെട്ടിക്കിടക്കുന്ന അതൊന്നും ഇതിലോട്ട് ഒഴുക്കി വിടാതിരിക്കുക. പബ്ലിക് അവയർനെസ്, ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെന്താ? ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ലിസ്റ്റഡ്, ഫൈൻഡ് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് സൂട്ടബിൾ ഡീറ്റെയിൽസ് ഫ്രം ഡെയിലി ലൈഫ്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ നിത്യജീവിതത്തിലെ സന്ദർഭങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക. കണ്ടക്ട് ഹീറ്റ്, അപ്പോൾ ചൂട് സഹിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ചൂട് യൂസ്ഡ് ഇൻ കുക്കിംഗ് സച്ച് എസ് ബോയിലിംഗ് വാട്ടർ ഫോർ റൈസ് ഓർ വെജിറ്റബിൾസ്. കുക്ക് ചെയ്യാൻ ഉപയോഗിക്കില്ല, ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ട്. മെയിൻറ്റെയിൻസ് ലെവൽ, വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ദ സെയിം ഇൻ കണക്റ്റഡ് വെസൽ. പിന്നെന്താ? സ്പിരിറ്റ് ലെവലിൽ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് വെല്ലിൻ്റെ എക്സാമ്പിൾ കൂടെ എഴുതാം, ഒരേ ലെവലിൽ ഇരിക്കും അല്ലേ കണക്ട് ചെയ്താൽ. യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്, ഡിസോൾവ് ഷുഗർ ആൻഡ് സോൾട്ട് ഇൻ കുക്കിംഗ്, ക്ലീനിങ് വിത്ത് സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ്. അപ്പം യൂണിവേഴ്സൽ സോൾവെൻ്റ് ആയതുകൊണ്ട് പിന്നെന്താ, കുക്ക് ചെയ്യുമ്പോഴൊക്കെ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഡിസോൾവ് ചെയ്യും, പിന്നെ സോപ്പ് ഡിറ്റർജൻറ്റ് ഒക്കെ ഡിസോൾവ് ചെയ്യും, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Ability to vaporize, drying clothes, evaporation from lakes and rivers, cooling effect when sweat evaporate അല്ലേ, തുണി ഉണക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഇവോപ്പറേറ്റ്, ലേക്സിൽ നിന്നും റിവേഴ്സിനൊക്കെ ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിൽ പോയിട്ടാണ് മഴ വരിക. അത് നമ്മൾ പഠിച്ചു അല്ലേ, വാട്ടർ സൈക്കിൾ പഠിച്ചു. പിന്നെ കൂളിംഗ് എഫക്റ്റ്, നമ്മൾ വേർത്ത് കഴിഞ്ഞ ഒരു കാറ്റൊക്കെ വരുമ്പോൾ നല്ലൊരു സുഖം കിട്ടും, ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും, അതൊക്കെ വേപ്പറൈസേഷൻ്റെ കാരണം കൊണ്ടാണ്.